ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സെൻസസ് ആദ്യഘട്ടം ജൂലൈ 1 മുതലും സെൽഫ് എന്യൂമറേഷൻ ജൂൺ 16 മുതലും ആരംഭിക്കും. LDFും UDFും കഴിഞ്ഞ 10 വർഷം കേന്ദ്രം കേരളത്തിന് അനുവദിച്ച പണം സംബന്ധിച്ചുള്ള ധവളപത്രം ഇറക്കണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. മാനാഞ്ചിറ മലാപ്പറമ്പ് റോഡ് നിർമ്മാണത്തിന് കരാർ നൽകിയതിൽ കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നും വിജിലൻസ് അന്വേഷണം ആവശ്യമാണെന്നും K ജയന്ത് MLA. ഓപ്പറേഷൻ തൂഫാന്റെ ജില്ലാതല ലോഞ്ചിംഗ് ജൂൺ 20 കുന്നമംഗലത്ത്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കൂടുതൽ ശക്തവും തിളക്കമാർന്നതുമായ ഭാവിക്കായി രാജ്യത്തെ ഓരോ വ്യക്തിയുടെയും കണക്കെടുക്കുന്ന പ്രക്രിയയാണ് സെൻസസ് എന്ന് ജില്ലാ കളക്ടർ മാധവിക്കുട്ടി. സെൻസസിന്റെ ആദ്യഘട്ടം ജൂലൈ 1 മുതലും സെൽഫ് എന്യൂമറേഷൻ ജൂൺ 16 മുതലും ആരംഭിക്കും. 1872 മുതലാണ് 10 വർഷത്തിലൊരിക്കലുള്ള സെൻസസ് ആരംഭിച്ചത്. ഇതുപ്രകാരമുള്ള 16ാമത്തേതും സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള 8ാമത്തേതുമായ സെൻസസ് ആണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി പറഞ്ഞു. 2021 നടക്കേണ്ടിയിരുന്ന ഈ സെൻസസ് കോവിഡ് കാരണം 2027 മാറ്റുകയായിരുന്നു. അതിന്റെ മുന്നോടിയായുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുവരുന്നത്. മൊബൈൽ വഴിയുള്ള ഡിജിറ്റൽ ഡാറ്റ ശേഖരണം, സെൻസസ് മാനേജ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം, സെൽഫ് എന്യൂമറേഷൻ, ഡാറ്റയുടെ സുരക്ഷയും സ്വകാര്യതയും ഉറപ്പുവരുത്തുന്നതിനുള്ള സൈബർ സുരക്ഷാ പ്രോട്ടോകോളുകളും എൻക്രിപ്ഷൻ സംവിധാനവും എന്നിവയാണ് സെൻസസിന്റെ സവിശേഷതകളെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. കേരളത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസിനാണ് സെൻസസിന്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. 2077 സെൻസസിന്റെ സവിശേഷതകൾ എന്താണെന്ന് വെച്ചാൽ മൊബൈൽ വഴിയുള്ള ഡിജിറ്റൽ ഡേറ്റ ശേഖരണമാണ് പ്രൈമറി ആയിട്ടുള്ളത്. അതായത് സെൻസസ് മാനേജ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം നമുക്കിപ്പോൾ നിലവിലുണ്ട്. സെൽഫ് എന്യൂമറേഷൻ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ വഴിയാണ് ചെയ്യേണ്ടത്. ഡാറ്റയുടെ സുരക്ഷയും സ്വകാര്യതയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സൈബർ സുരക്ഷാ പ്രോട്ടോകോളുകളും എൻക്രിപ്ഷൻ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2 ഘട്ടങ്ങളിലായാണ് സെൻസസ് പ്രവർത്തനങ്ങൾ നടക്കുക. ആദ്യഘട്ടം ജൂലൈ 1 മുതൽ 31 വരെ നടക്കും. 2ാം ഘട്ടം ജനസംഖ്യാ കണക്കെടുപ്പ് ഇന്ത്യയിലുടനീളം 2027 ഫെബ്രുവരിയിലാണ് നടക്കുന്നത്. 1ാം ഘട്ടത്തിന് മുന്നോടിയായി 15 ദിവസം സെൽഫ് എന്യൂമറേഷന് അവസരമുണ്ട്. ജൂൺ 16 മുതൽ 30 വരെയാണ് ഇത്. ജൂലൈ 1 മുതൽ 30 വരെ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടക്കും. സെൻസസിന് നിയോഗിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥൻ വീടുകളിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ വിവരങ്ങൾ മൊബൈലിലൂടെ രേഖപ്പെടുത്താൻ സെൽഫ് എന്യൂമറേഷനിലൂടെ സാധിക്കുമെന്നും ജില്ലാ കളക്ടർ വിശദീകരിച്ചു. സെൽഫ് എന്യൂമറേഷൻ ചെയ്യേണ്ട വിധവും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേന്ദ്ര അവഗണന പറയുന്ന LDFും UDFും കഴിഞ്ഞ 10 വർഷം കേന്ദ്രം കേരളത്തിന് അനുവദിച്ച പണം സംബന്ധിച്ച ധവളപത്രം ഇറക്കണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. സത്യസന്ധമായ കണക്കുകൾ പുറത്തുവന്നാൽ UDFന്റെയും LDFന്റെയും തട്ടിപ്പ് പുറത്താകുമെന്നും അദ്ദേഹം പറഞ്ഞു. LDF UDF മുന്നണികളുടെ പിന്തുണയോടെ ഭരിച്ചിരുന്ന UPA സർക്കാരിന്റെ കാലത്ത് 342 കോടി രൂപ മാത്രം ലഭിച്ചപ്പോൾ NDA സർക്കാർ നൽകിയത് 3400 കോടി രൂപയാണ്. കേന്ദ്രവിഹിതമായി UPA സർക്കാരിന്റെ കാലത്ത് 29,000 കോടി രൂപ ലഭിച്ചിരുന്ന സ്ഥാനത്ത് NDA സർക്കാർ നൽകിയത് 1,43,113 കോടി രൂപയാണെന്നും MT രമേശ് വിശദീകരിച്ചു. ഇപ്പോൾ ഈ കഴിഞ്ഞ നിയമസഭയിൽ LDFന്റെ കാലഘട്ടത്തിലെ നിയമസഭയിൽ കേരളത്തിന് വിഹിതം കിട്ടുന്നില്ല എന്ന് പരാതി പറയുകയും അതവർ പ്രമേയമാക്കി കൊണ്ടുവരികയും അതിന് പേരിൽ സുപ്രീം കോടതിയിൽ പോവുകയും ഒക്കെ ചെയ്ത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. 2004 മുതൽ 2014 വരെ 10 വർഷക്കാലം UPA ഗവൺമെന്റ് 10 വർഷക്കാലം ആ 10 വർഷക്കാലം കേരളത്തിന് ആകെ കിട്ടിയത് ഗ്രാന്റ് എന്ന് പറയുന്നത് 25,629 കോടിയാണ്.
10 വർഷക്കാലം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ LDFും UDFും ഒരുമിച്ച് ഭരിച്ചു. അതിനുശേഷം കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിച്ചു. ഈ 10 വർഷക്കാലം 25,629 കോടി. കേരളത്തോട് വിവേചനപരമായി പെരുമാറുന്നു എന്ന് ഇവരെല്ലാവരും ആരോപിക്കുന്ന മോഡി ഗവൺമെന്റ്, NDA ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കേരളത്തിലേക്ക് 1,43,117 കോടിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര ശതമാനത്തിന്റെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ആരോഗ്യരംഗത്ത് മുൻ സർക്കാർ നടത്തിയ കുറ്റകരമായ അനാസ്ഥ UDF സർക്കാരും തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കകം കേരളത്തിൽ പകർച്ചവ്യാധികൾ പിടിപെട്ട് 43 പേർ മരിച്ചതായി ആരോഗ്യ വകുപ്പ് തന്നെ പറയുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N. പത്മകുമാർ തുറന്നുവിട്ട ഭൂതം എങ്ങനെയാണ് CPMനെ ബാധിക്കുകയെന്ന് കാത്തിരുന്ന് കാണാമെന്നും MT രമേശ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാനാഞ്ചിറ മലാപ്പറമ്പ് റോഡ് നിർമ്മാണത്തിന് ബിറ്റ്ലാൻഡ് കമ്പനിക്ക് കരാർ നൽകിയതിൽ കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നും വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടുമെന്നും കെ ജയന്ത് MLA. ഇതിനായി മന്ത്രിമാർക്ക് കത്ത് നൽകുമെന്നും ജയന്ത് പറഞ്ഞു. 127 കോടി രൂപയുടെ കരാർ റോഡ് നിർമ്മാണത്തിൽ ഒരു മുൻപരിചയവും ഇല്ലാത്ത കമ്പനിക്കാണ് നൽകിയതെന്നും ജയന്ത് MLA പറഞ്ഞു. 5 വർഷത്തെ പ്രവൃത്തി പരിചയം വേണമെന്ന വ്യവസ്ഥയും ലംഘിച്ചു. റോഡിന് കുറുകെ 23 ക്രോസ് ഡക്റ്റുകൾ നിർമ്മിക്കണമെന്നാണ് കരാർ. എന്നാൽ ഒരിടത്തു പോലും ഇത് നിർമ്മിച്ചിട്ടില്ല. ചെറിയ പണികൾ വന്നാൽ പോലും ഇനി റോഡ് കുത്തിപ്പൊളിക്കേണ്ടി വരും. മലിനജലം ഒഴുക്കാനുള്ള ഓടയുടെ നടുവിലാണ് ഇലക്ട്രിക് പോസ്റ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. ഒരു പഞ്ചായത്ത് റോഡ് നിർമ്മിക്കുന്ന ലാഘവത്തോടെയാണ് കോടികളുടെ പ്രവൃത്തി ചെയ്തിരിക്കുന്നതെന്നും പൊതുമരാമത്ത് വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ദിവസം തോറും സഞ്ചരിക്കുന്ന പാതയാണിതെന്നും MLA കുറ്റപ്പെടുത്തി. ഈ ചിത്രം കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിനടുത്തുള്ള നമ്മുടെ ഈ ഒരു ഏറ്റവും അഭിമാനമായി നിൽക്കേണ്ടുന്ന റോഡിന് അരികിലുള്ള നമ്മുടെ ആ ഡക്റ്റിൽ ഡ്രെയിൻ ഉണ്ടായിട്ടുള്ള ഒരു ചിത്ര. ഇത് പോസ്റ്റ് കറണ്ടിൻ്റെ പോസ്റ്റാണ്. ഇത് യഥാർത്ഥത്തിൽ 50 സെൻറ്റിമീറ്റർ വീതിയിൽ ഈ ഡക്റ്റിനും പുറത്ത് പ്രത്യേകമായി സ്ഥാപിച്ച ഇടത്താണ് ഈ പ്രവൃത്തി നടക്കേണ്ടത്. ഇതിൻ്റെ പ്രശ്നം എന്താണ്? ഇവരിപ്പോൾ വളരെ ദ്രുതഗതിയിൽ സ്ലാബ് ഇടുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ? കഴിഞ്ഞ കുറച്ച് ദിവസമായി നിങ്ങളുടെ പത്രമാധ്യമങ്ങളിലൂടെയുള്ള വാർത്ത വരുമ്പോൾ ഇത് കംപ്ലീറ്റ് സ്ലാബ് ഇട്ട് മൂടാനുള്ള വലിയ ശ്രമം നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം. ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് പുറത്ത് കാണുന്ന രീതിയിലെങ്കിലും അപകടം ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഈ പദ്ധതിയിൽ നിന്നും ആരാണ് കോടികൾ മുക്കിയതെന്നും യോഗ്യതയില്ലാത്ത കമ്പനിക്കാരാണ് സംരക്ഷണം ഒരുക്കുന്നതെന്നും ജനം അറിയണം. ഇതേ റോഡിന്റെ 2ാം ഘട്ടമായ മലാപ്പറമ്പ് മുതൽ വെള്ളിമാട് കുന്ന് വരെയുള്ള ഭാഗം ഒരു ടെൻഡറും ഇല്ലാതെയാണ് ഇതേ കമ്പനിക്ക് നൽകിയിരിക്കുന്നത്. അക്കാര്യവും പരിശോധിക്കണമെന്നും ജയന്ത് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മോദി ഭരണം ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ അന്തകനെന്ന് STU. പെട്രോൾ, ഡീസൽ, പാചകവാതക വില വർധനവിനെതിരെ STU സൗത്ത് നോർത്ത് മണ്ഡലം തൊഴിലാളി പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി STU നടത്തുന്ന തൊഴിലാളി പ്രതിഷേധത്തിന്റെ ഭാഗമായി കോഴിക്കോട് സൗത്ത് നോർത്ത് മണ്ഡലങ്ങൾ നടത്തിയ പ്രതിഷേധ സംഗമം STU ദേശീയ പ്രസിഡന്റ് അഹമ്മദ് കുട്ടി ഉണ്ണികുളം ഉദ്ഘാടനം ചെയ്തു. മഹത്തായ ഇന്ത്യൻ തൊഴിലാളി നിയമങ്ങളെ നാമാവശേഷമാക്കിയതിലൂടെ ചരിത്രത്തിന്റെ കറുത്ത അധ്യായങ്ങളിലാണ് ഈ ഫാസിസ്റ്റ് സർക്കാരിന്റെ സ്ഥാനമെന്ന് അദ്ദേഹം പറഞ്ഞു. പാവപ്പെട്ട തൊഴിലാളികളുടെയും കർഷകരുടെയും ബഹുജനങ്ങളുടെയും ദീനരോധനത്തിൽ കേന്ദ്ര സർക്കാർ സന്തോഷം കണ്ടെത്തുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഹിമാചൽ പ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളും ഇന്നിപ്പോ പവാറിന്റെ വിഭാഗമൊക്കെ തീർച്ചയായിട്ടും കോൺഗ്രസിലേക്ക് തിരിച്ചെത്തുന്ന വിധത്തിലാണ് പ്രവർത്തിക്കുന്നത്. ബംഗാളിലാണെങ്കിൽ മമതയുടെ നേതൃത്വം അത് തീർച്ചയായിട്ടും കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന വിധത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഉത്തരേന്ത്യയുടെ സ്ഥിതി എടുത്താലും വലിയ മാറ്റത്തിന് സാധ്യതയുണ്ട്. ഈ മാറ്റം തീർച്ചയായിട്ടും മോഡി ഗവൺമെന്റിനെ പുഴക്കിക്കൊണ്ട് അതിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കും എന്ന കാര്യം യാതൊരു സംശയവുമില്ല. ഞങ്ങളൊക്കെ അങ്ങനെ പ്രതീക്ഷിക്കുകയാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നേറ്റം അതിനിയും ഒരുപാട് പ്രതീക്ഷകൾക്ക് വകയുണ്ട്. ദക്ഷിണേന്ത്യ ഇവിടുത്തെ വിജയം അതിന്റെ ഏറ്റവും വലിയ നാന്ദിയാണ്. ഈ വിജയം ഇവിടെ നിന്ന് ഉത്തരേന്ത്യയിലേക്ക് ആഞ്ഞടിച്ചുകൊണ്ട് ഇവിടെ അതിശക്തമായ ഒരു ഭരണ മാറ്റം കേന്ദ്ര ഗവൺമെന്റിൽ വന്നാൽ മാത്രമേ ഇവിടുത്തെ തൊഴിലാളികൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ.
ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PM ഹനീഫ മുഖ്യപ്രഭാഷണം നടത്തി. പ്രതിഷേധ പരിപാടിയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് C. ജാഫർ സക്കീർ അധ്യക്ഷനായിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി AT അബ്ദു, റഹീം പുതിയകടവ്, NP മുഹമ്മദ് കബീർ, KP അബ്ദുൽ കരീം തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഫിഫ ലോകകപ്പ് 2026 വരവറിയിച്ച് MES സെൻട്രൽ സ്കൂൾ പാലങ്ങാടിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ മാമാങ്കം ആവേശോജ്വലമായി. സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു. വിദ്യാർത്ഥികളിൽ ലോകകപ്പ് ആവേശവും കായികബോധവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്തത്. ലോകകപ്പിൽ മത്സരിക്കുന്ന വിവിധ ടീമുകളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള റാലി, അലങ്കാരങ്ങൾ എന്നിവ സ്കൂൾ ക്യാമ്പസിനെ ഫുട്ബോൾ ലഹരിയിലാഴ്ത്തി. തുടർന്ന് നടന്ന വിദ്യാർത്ഥികളുടെ ഷൂട്ടൌട്ട് മത്സരം പരിപാടിക്ക് കൂടുതൽ നിറമേകി. കൃത്യതയോടെയുള്ള ഷോട്ടുകളിലൂടെ വിദ്യാർത്ഥികൾ തങ്ങളുടെ കായിക മികവ് പ്രകടിപ്പിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുപോലെ ആവേശത്തോടെ പങ്കെടുത്തത് പരിപാടിയെ കൂടുതൽ സജീവമാക്കി. നരുക്കിനി പഞ്ചായത്ത് അംഗം അപർണ നടുവിലിടത്ത് ഫുട്ബോൾ മാമാങ്കം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഫുട്ബോൾ കായിക ഇനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കായികക്ഷമത വളർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അവർ ഉദ്ഘാടന പ്രസംഗത്തിൽ സംസാരിച്ചു. ഫുട്ബോളിന്റെ ആവേശവും സ്പോർട്സ്മാൻ സ്പിരിറ്റും വിദ്യാർത്ഥികളിലേക്ക് പകർന്നു നൽകാൻ ഈ ആഘോഷത്തിന് സാധിച്ചതായി സ്കൂൾ അധികൃതർ അറിയിച്ചു. ഫിഫ ലോകകപ്പിനെ വരവേൽക്കുന്നതിനായി സംഘടിപ്പിച്ച വ്യത്യസ്തമായ പരിപാടി വിദ്യാർത്ഥികൾക്ക് മറക്കാനാകാത്ത അനുഭവമാണ് സമ്മാനിച്ചത്. ന്യൂസ് ബ്യൂറോ, നരുക്കുനി. ഫാം ഫെഡ് തട്ടിപ്പ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്ന് നിക്ഷേപക ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ. ഇക്കാര്യത്തിൽ പോലീസ് അനാസ്ഥയ്ക്കെതിരെ സമരം നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പൈസ വാങ്ങിച്ചു കോടിക്കണക്കിന് രൂപ, കോഴിക്കോട് ജില്ലയിൽ നിന്ന് തന്നെ കോടിക്കണക്കിന് രൂപ ഇവർ വാങ്ങിച്ചിട്ടുണ്ട്. അതുകൂടാതെ കള്ളപ്പണം വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു 4 ലക്ഷം രൂപ പോയിട്ടുണ്ട്. ആക്ച്വലി എൻ്റെ പൈസയില്ല, എൻ്റെ ചെറിയമ്മയുടെ പൈസയായിരുന്നു. അവർ അസുഖമായിട്ട് കിടക്കുമ്പോഴാണ് ഈ പൈസ വാങ്ങിച്ച് അവർക്ക് ട്രീറ്റ്മെന്റിന് അവസാനം പൈസ ഇല്ലാതെ അവർക്ക് സർജറി ചെയ്യാൻ പറ്റാതെ അവർ മരിച്ചു. ഇവര് കള്ള ചെക്കൊക്കെ കൊടുത്തിട്ട്, വണ്ടി ചെക്കൊക്കെ കൊടുത്ത് അങ്ങനെ ചീറ്റ് ചെയ്തിട്ട്, അങ്ങനെ ഒത്തിരി പേരെ ചീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതില് ഈ രാജേഷ് പിള്ള, അജിൻ ഫ്രാൻസിസ്, അനൂപ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് പേരാണ് ഇതിന്റെ പിന്നിൽ. അവരും അവരുടെ ഭാര്യമാരും. സംസ്ഥാനത്തെ 7000 നിക്ഷേപകരിൽ നിന്നും 300 കോടി രൂപ തട്ടിയെടുത്ത നടക്കാവ് കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന സദേൺ ഗ്രീൻ ഫാമിംഗ് ആൻഡ് മാർക്കറ്റിംഗ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരായ കേസ് ഉടൻ ക്രൈംബ്രാഞ്ചിനോ പ്രത്യേക സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തെയോ ഏൽപ്പിക്കണമെന്ന് നടക്കാവ് ഫാം ഫെഡ് നിക്ഷേപ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പോലീസിന്റെ അനാസ്ഥയ്ക്കും വഞ്ചനയ്ക്കുമെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ തുടങ്ങുമെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ T. സുനിൽകുമാർ, BS ബിനോയ്, AC സുരേഷ് കുമാർ എന്നിവർ പറഞ്ഞു. ഒരു കംപ്ലൈന്റ് കൊടുത്തു. എന്റെ കാര്യം പറയാം. ഞാൻ ഒരു കംപ്ലൈന്റ് കൊടുത്തു. അതിന് റെസിപ്റ്റ് തന്നിട്ട് 2 മാസം കഴിഞ്ഞിട്ടും മറുപടി ഇല്ലാത്തായപ്പോൾ, അതായത് FIR രജിസ്റ്റർ ചെയ്യാൻ ചെയ്തില്ല. അപ്പൊ ഞാൻ വിവരാവകാശം കൊടുത്തതിന് ശേഷമാണ് എന്നെ വിളിപ്പിച്ചത്.
എന്നിട്ടാണ് FIR ഇട്ടത്. FIRൽ ഞാൻ പറഞ്ഞ ആളുകളുടെ പേരൊന്നുമില്ല. കുറെ ആൾക്കാരൊക്കെ ഇവർ ഒഴിവാക്കി, മനഃപൂർവ്വം ഒഴിവാക്കി. ഇവരൊരു ഫോർമാറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ ഒപ്പിട്ടു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. AK മുഹമ്മദ് അലിയുടെ കവിതാ സമാഹാരങ്ങളെ കുറിച്ച് പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. തിരക്കഥാകൃത്ത് ശത്രുഘ്നൻ ഉദ്ഘാടനം ചെയ്തു. ശാശ്വതമായ മാനുഷിക മൂല്യങ്ങൾ വിളംബരം ചെയ്യുന്ന കവിതകളാണ് മുഹമ്മദ് അലിയുടേതെന്ന് അദ്ദേഹം പറഞ്ഞു. താളിയോല സാംസ്കാരിക സമിതി AK മുഹമ്മദ് അലിയുടെ കവിതാ സമാഹാരങ്ങളെ കുറിച്ച് സംഘടിപ്പിച്ച കവിതകളിലെ നീതിബോധം പുസ്തക ചർച്ച പ്രശസ്ത കഥാകൃത്തും സിനിമാ തിരക്കഥാകാരനുമായ ശത്രുഘ്നൻ ഉദ്ഘാടനം ചെയ്തു. ആസ്വാദകരെ ചിന്തിപ്പിച്ചുകൊണ്ട് അവരുടെ ഹൃദയങ്ങളിൽ അനേക ഭാവങ്ങൾ നിറയ്ക്കുന്ന കവിതകളാണ് മുഹമ്മദ് അലിയുടേതെന്ന് അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ പ്രസിഡന്റ് PI അജയൻ അധ്യക്ഷനായിരുന്നു. K രാജേന്ദ്രൻ, രമ ചെപ്പ്, ഡോക്ടർ P ശ്രീമാനുണ്ണി, മോഹനൻ പുതിയോട്ടിൽ, MP രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തിരുവനന്തപുരത്ത് നടന്ന ഗ്ലോബൽ ട്രാവൽ മാർക്കറ്റ് സമാപിച്ചു. കേരള ടൂറിസം ഒഫീഷ്യൽസും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ടൂറിസം മേഖലയിലെ പ്രമുഖരും പങ്കെടുത്തു. ഇന്ത്യ ടൂറിസം, കേരള ടൂറിസം, സ്വകാര്യ ടൂറിസം സംരംഭകർ, ഹോട്ടൽ, റിസോർട്ടുകൾ, ആയുർവേദ വെൽനസ് ഹോസ്പിറ്റലുകൾ എന്നിവയുടെ സഹകരണത്തോടെ നടന്ന GTM ടൂറിസം മാർട്ട് കേരള ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്തു. ആന്ധ്രാപ്രദേശ് ടൂറിസം മന്ത്രി കണ്ടുല ദുർഗേഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. രണ്ടാം ദിവസത്തെ പരിപാടികളുടെ ഉദ്ഘാടനം കേരള ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് നിർവഹിച്ചു. മേളയിൽ 3000-ലധികം ഡെലിഗേറ്റുകളും 250-ലധികം വിദേശ ഹോസ്റ്റഡ് ബയേഴ്സും പങ്കെടുത്തു. 750-ലധികം എക്സിബിറ്റർമാർ തങ്ങളുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും പ്രദർശിപ്പിച്ചു. B2B ട്രാവൽ മാർട്ട് സെമിനാറുകൾ, ബിസിനസ് മീറ്റിംഗുകൾ എന്നിവയും നടന്നു. തിരുവനന്തപുരം മേയർ VV രാജേഷ്, MLA മാരായ V മുരളീധരൻ, വിൻസെന്റ് K ബിജു IAS, അഞ്ജന IAS, ട്രാവൽ ടൂറിസം രംഗത്തെ ഭാരവാഹികളായ EM നജീബ്, സിജി നായർ, പ്രസാദ് മാഞ്ഞളി തുടങ്ങിയവരും പരിപാടികളിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഓപ്പറേഷൻ തൂഫാൻ ജില്ലാതല ലോഞ്ചിംഗ് ജൂൺ 20-ന് കുന്നമംഗലത്ത് നടക്കും. മന്ത്രി രമേശ് ചെന്നിത്തല ലോഞ്ചിംഗ് നിർവഹിക്കുമെന്ന് MA റസാഖ് MLA പറഞ്ഞു. മയക്കുമരുന്നിൻ്റെ വ്യാപനം നമ്മുടെ കേരളത്തിൽ വല്ലാതെയുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണിത്. പഞ്ചാബ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേസുകളുള്ള ഒരു സംസ്ഥാനമായി നമ്മുടെ കേരളം മാറിയിട്ടുണ്ട്. ഈ കലാലയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, വിദ്യാർത്ഥികൾ ഉപയോഗിച്ചുകൊണ്ട് പോലും വിപണനം നടത്തുന്ന മാഫിയകൾ നിർബാധം നമ്മുടെ പലയിടങ്ങളിലും വന്നിട്ടുണ്ട്. ഇതിനെ നേരിടാൻ വേണ്ടിയുള്ള അതിശക്തമായൊരു തീരുമാനമാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത്. തൂഫാൻ എന്നുള്ള പദത്തിനർത്ഥം കൊടുങ്കാറ്റെന്നാണ്. കൊടുങ്കാറ്റിൻ്റെ വേഗതയിൽ ഇത് ഇടപെട്ട് തീർത്തില്ലെങ്കിൽ സൊസൈറ്റി ഇല്ലാതാകുന്ന ദുഃഖകരമായൊരവസ്ഥ ഉണ്ടാകും എന്നുള്ളതുകൊണ്ടാണ് കേരള സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്. അതിൻ്റെ ജില്ലാതല ഉദ്ഘാടനമായിട്ടാണ് ആദ്യമായി നമ്മുടെ കോഴിക്കോട്ടെത്തുന്ന കേരളത്തിലെ ആഭ്യന്തരമന്ത്രി 20-ാം തീയതി കുന്നമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടത്തുന്നത്. അതോടനുബന്ധമായി നേരത്തെ ഞാൻ പ്രഖ്യാപിച്ച ഒരു സംഗതി, വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം നൽകുമെന്നാണ് മാസ്റ്റർ പ്ലാനിൽ വ്യക്തമാക്കിയത്. UDF സർക്കാർ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ജില്ലാതല ലോഞ്ചിംഗ്
ജൂൺ 20 മന്ത്രി രമേശ് ചെന്നിത്തല കുന്നമംഗലത്ത് നിർവഹിക്കും. കുന്നമംഗലം ഹൈസ്കൂൾ മൈതാനത്ത് രാവിലെ 9:30 ചടങ്ങെന്ന് MA റസാഖ് മാസ്റ്റർ MLA അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് യോഗ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പുതിയ നിരത്ത് ജെട്ടി റോഡ് യോഗ സെന്ററിന്റെ നേതൃത്വത്തിൽ നടന്ന കൂട്ടായ്മയിൽ യോഗാചാര്യൻ ഉണ്ണിരാമൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഇനി ഒരു കാലം നീട്ടി വെക്കുക, വലത് കാലം ഒന്ന് കയ്യിൽ ഇങ്ങനെ എടുക്കുക, കയ്യില് ഒന്ന് ശ്രദ്ധിക്കുക, ഒരു കൈ താഴെ, മറ്റേ കൈ താഴെ, കാൽമുട്ടിൽ താഴെ എടുത്തോ. പൂർണ്ണ ആരോഗ്യം യോഗയിലൂടെ എന്ന സന്ദേശത്തോടെ എലത്തൂർ പുതിയ നിരത്ത് ജെട്ടി റോഡ് യോഗ സെന്ററിന്റെ നേതൃത്വത്തിലാണ് യോഗ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. പ്രശസ്ത യോഗാചാര്യൻ ഉണ്ണിരാമൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. യോഗയെ പോലെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും കിട്ടുന്ന സംവിധാനം വേറെ ഇല്ല. അതിൽ പ്രത്യേകത വെച്ചാൽ നമ്മൾ യോഗ ആസനങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാഡീ വ്യവസ്ഥയിൽ സിമ്പതറ്റിക് നാഡി ഉണർത്തും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഊർജ്ജസ്വലത ഉണ്ടാവും. പക്ഷേ ഈ സമയത്ത് കുറച്ച് വിശ്രമം കൂടി കിട്ടണം. അപ്പോൾ നമ്മുടെ നാഡീ വ്യവസ്ഥയിൽ പാരാസിമ്പതറ്റിക് എന്ന സിസ്റ്റം അത് പ്രവർത്തിപ്പിക്കാൻ പറ്റിയ നമുക്ക് മനസ്സും ശാന്തം. അപ്പോൾ നമ്മുടെ ശരീരവും വേണം, മനസ്സും വേണം. CK മോഹനൻ, ഉണ്ണികൃഷ്ണൻ KK, EV ജയദേവൻ, T സുരേഷ് ബാബു, നിസാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ശ്രീ വളയനാട് ദേവീക്ഷേത്രത്തിൽ ഭക്തന്റെ വഴിപാടായി കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ് ഭാഗങ്ങളിലെ ഗോപുരത്തിന്റെ വാതിൽ പിച്ചള പൊതിയുന്ന ചടങ്ങ് ക്ഷേത്രം മേൽശാന്തി നടുവിലപ്പാട്ട് കേശവൻ മൂസതിന്റെയും ശില്പി സുനിൽകുമാർ ദേശമംഗലത്തിന്റെയും കാർമ്മികത്വത്തിൽ നടന്നു. ചടങ്ങിൽ ക്ഷേത്രം ട്രസ്റ്റി സാമൂതിരി രാജാവിന്റെ പ്രതിനിധികളായ സുനീതി രാജ, KC രവീന്ദ്രൻ രാജ, വളയനാട് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ K സുനിൽ, ശില്പ C രാജൻ, ക്ഷേത്ര ജീവനക്കാർ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സെൻസസ് ആദ്യഘട്ടം ജൂലൈ 1 മുതലും സെൽഫ് എന്യൂമറേഷൻ ജൂൺ 16 മുതലും ആരംഭിക്കും. LDF-ഉം UDF-ഉം കഴിഞ്ഞ 10 വർഷം കേന്ദ്രം കേരളത്തിന് അനുവദിച്ച പണം സംബന്ധിച്ചുള്ള ധവളപത്രം ഇറക്കണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. മാനാഞ്ചിറ മനാപ്പറമ്പ് റോഡ് നിർമ്മാണത്തിന് കരാർ നൽകിയതിൽ കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നും വിജിലൻസ് അന്വേഷണം ആവശ്യമാണെന്നും K ജയന്ത് MLA. ഓപ്പറേഷൻ തൂഫാന്റെ ജില്ലാതല ലോഞ്ചിംഗ് ജൂൺ 20 കുന്നമംഗലത്ത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.